ഇപ്പോൾ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി ചേരുന്നുണ്ട്. സനോജ്, വി ഡി സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുകയാണ് വിജിലൻസ്. കൃത്യമായ കണ്ടെത്തലുകൾ വിജിലൻസ് റിപ്പോർട്ടിൽ ഉണ്ടതാനും അതാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. പ്രതിപക്ഷ നേതാവിന് കുരുക്ക് മുറുകുന്നു. പ്രതിപക്ഷ നേതാക്കൾ ഒന്നാകെ പറയുന്നത് ഇത് ഇലക്ഷൻ മുന്നിൽ കണ്ടുള്ള, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള UDF-നെതിരായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധം എന്ന നിലയ്ക്കാണ് കോൺഗ്രസ് നേതാക്കളുടെ ഇന്നത്തെ പ്രതികരണം. അതെ, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പുനർജനി എന്ന പേരിൽ ഒരു പദ്ധതി ഉണ്ടാക്കുകയാണ്. അതിന്റെ പേരിൽ വിദേശത്ത് പോയി കോടികൾ പിരിച്ചു. എന്നാൽ വിദേശത്ത് പോയിട്ട് ഒരു ജനപ്രതിനിധിക്ക് അങ്ങനെ പിരിക്കാനുള്ള അവകാശമുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. FCRA നിയമത്തിന്റെ കടുത്ത ലംഘനമാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാവണമെങ്കിൽ ആ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടെത്തിയിട്ടേ ഉള്ളൂ. അതിന്റെ തുടർ കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ സംസ്ഥാനത്തെ അന്വേഷണ സംവിധാനത്തിന് അതിനകത്ത് ഇടപെടാൻ പരിമിതിയുണ്ട്. ആ പരിമിതി കണ്ടുകൊണ്ടാണ് വിജിലൻസ് ഇപ്പം CBI അന്വേഷണത്തിന് ശുപാർശിച്ചതാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഏതാൾക്കും കാണാൻ കഴിയാണ്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന്റെ വിഷയം ഉയർന്നു വന്ന വിഷയത്തിനകത്ത് വിജിലൻസ് അന്വേഷണം നടത്തിയത് തെറ്റാണോ? കാരണം ആരാണ് പരാതി ഉന്നയിച്ചത് പുനർജനിയുടെ ഭാഗമായിട്ട് വീട് നൽകാം എന്ന് പറഞ്ഞ് വഞ്ചിക്കപ്പെട്ട സതീശന്റെ മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളാണ്, പാവപ്പെട്ട ജനങ്ങളാണ്. മറ്റാളുകൾ വീട് നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കൊടുത്തു അവിടെയുള്ള ആളുകൾക്ക്. ആ സ്ഥലം ഉൾപ്പെടെ പുനർജനിയുടെ പേരിലേക്ക് എഴുതി വാങ്ങി എന്നല്ലേ നമുക്ക് പരാതിക്കാരൻ ഉന്നയിക്കുന്നത്. അപ്പൊ അങ്ങനെ സ്ഥലം ഉൾപ്പെടെ എഴുതി വാങ്ങിയിട്ട് പുതിയ വഞ്ചനയാണ് അവിടെയുള്ള ആളുകൾ കാണിച്ചത്. ഇത് സംബന്ധിച്ച് നേരത്തെയും നിരവധി പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ആ സന്ദർഭത്തിലും ഞങ്ങളെല്ലാം പറഞ്ഞത് സമഗ്രമായിട്ട് അന്വേഷണം വേണം എന്നാണ്. അപ്പൊ ആ അന്വേഷണം പൂർത്തിയായി വിജിലൻസിന്റെ കണ്ടെത്തൽ വളരെ ഗൗരവമുള്ളതാണ്. അപ്പൊ പ്രതിപക്ഷ നേതാവിന്റെ എല്ലാ തട്ടിപ്പും പുറത്തു വന്നിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഒരു കള്ളനാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അവിടെ പോയിട്ട് ശരി, വി കെ സനോജ്.